ഹായ് മക്കളെ, നിങ്ങളുടെ ലച്ചുബസാണ്. വെൽക്കം ടു ഏഗൽ ലേണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക് ആണ്. ബിക്കോസ് നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിലും, മിഡ് ടേം ആവട്ടെ, ഓണപരീക്ഷ ആവട്ടെ, ഇനി ക്രിസ്മസ്, മോഡൽ എക്സാം, ഈവൻ നിങ്ങളുടെ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൽ നിന്ന് നല്ലൊരു ശതമാനം മാർക്ക് തന്നെ ചോദിക്കാറുണ്ട്. ഞാൻ 100% ഉറപ്പ് തരാം, ആ ഒരു ടോപ്പിക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് വേയിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതാണ് ടോപ്പിക് എന്നല്ലേ? ടു ഐഡന്റിഫൈ ബ്ലോക്ക്, പീരീഡ് ആൻഡ് ഗ്രൂപ്പ്. ഈ ഒരേ ഒരു ടേബിൾ മതി ബ്ലോക്ക് കണ്ടുപിടിക്കാനും പീരീഡ് കണ്ടുപിടിക്കാനും ഗ്രൂപ്പ് കണ്ടുപിടിക്കാനും നമുക്ക് മനസ്സിലാക്കാൻ. വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് അല്ലെങ്കിൽ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു ചോദ്യത്തിനും ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് എന്താണ് ഈ ടേബിൾ എന്ന് നോക്കാം അല്ലെ. ആദ്യം നമ്മൾ ചെയ്യുന്നത് ബ്ലോക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ്. ബ്ലോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇത്ര മാത്രം അറിഞ്ഞു വെച്ചാൽ മതി എന്റെ മക്കള്. ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ലിംഗ് സബ്ഷെൽ, അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ ഫിൽ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലോക്ക് എന്ന് പറയുന്നത്. അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്ന സബ്ഷെല്ലാണ് എന്ത് പറയുന്നത്? ബ്ലോക്ക് ആയിട്ട് നമ്മൾ എഴുതുന്നത്. ഇനി അടുത്തത് എന്താണ്? പീരീഡ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ 1s2, 2s2, 2p6, 3s2, 3p6 എന്നൊക്കെ എഴുതാറുണ്ട്. അവിടെ നമ്മൾ ഈ സബ്ഷെല്ലിന്റെ മുന്നിൽ എഴുതുന്ന നമ്പർ എന്താണ്? ഷെൽ നമ്പർ ആണ് അല്ലെ. പീരീഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ദ ഹയസ്റ്റ് ഷെൽ നമ്പർ ഏതാണോ, ഏതാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിലെ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഗ്രൂപ്പിലേക്കാണ്. ഗ്രൂപ്പ് 3 തരത്തിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അവസാനത്തെ ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലാണ് ഫിൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ലാസ്റ്റ് ഇലക്ട്രോൺ ഇൻ ദ ലാസ്റ്റ് എസ് സബ്ഷെൽ. എസ് അവസാന എസ് സബ്ഷെല്ലില് എത്ര ഇലക്ട്രോൺ ഉണ്ടോ ആ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും എന്തെന്ന് പറയുന്നത്? ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് പി സബ്ഷെല്ലിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? യെസ്, ആ ലാസ്റ്റ് പി സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? 12 ആഡ് ചെയ്യുന്നു അല്ലെ. അവസാന പി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ കൂടെ നമ്മൾ 12 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് യെസ് അവിടെ ഗ്രൂപ്പ് നമ്പർ കിട്ടി. ഇനി ഡി ബ്ലോക്ക് ആണെങ്കിലോ അവസാനത്തെ ഡി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ കൂടെ അവസാനത്തെ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ നമ്മൾ ആഡ് ചെയ്യുന്നു. ഞാൻ എടുത്തു പറയാണ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 4, 5, 6ഓളം പേജുകൾ ബ്ലോക്ക്, പീരീഡ്, ഗ്രൂപ്പ് കണ്ടെത്തുന്നതിന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ ഒറ്റ ടേബിൾ മതിയടാ നമുക്ക് എഴുതാൻ. ഒന്ന് എഴുതി നോക്കിയാലോ. നിങ്ങൾക്ക് ഒരു അറ്റോമിക് നമ്പർ തന്നു. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം അല്ലെ. ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ വരിക? 1s2, 2s2, 2p6 എന്നാ വരിക അല്ലെ. കാരണം എന്താണ്? ആദ്യം 2 ഇലക്ട്രോൺ കൊടുത്തു, രണ്ടാമത്തെ സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ കൊടുക്കുന്നു, ബാക്കിയുള്ള 6 ഇലക്ട്രോൺസ് 2pയിൽ നമ്മൾ കൊടുക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ബ്ലോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞത്? ബ്ലോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? യെസ്, അവസാനത്തെ, ശ്രദ്ധിക്കണേ, ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ലിംഗ് സബ്ഷെല്ലിനെയാണ് നമ്മൾ ബ്ലോക്ക് എന്ന് പറഞ്ഞത്. അവസാനത്തെ 6 ഇലക്ട്രോണും ഫില്ല് ചെയ്തത് എവിടെയാണ്? പി സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ഇറ്റ് ഇസ് ആൻ പി ബ്ലോക്ക് എലമെന്റ്. ഇനി രണ്ടാമത്തത് പീരീഡ് ആണ്. ഹയസ്റ്റ് ഷെൽ നമ്പർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഹയസ്റ്റ് ഷെൽ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 2 ആണല്ലേ. ഹയസ്റ്റ് 1ഉം 2ഉം വെച്ച് നോക്കുമ്പോൾ ഹയസ്റ്റ് ഷെൽ നമ്പർ 2 ആയതുകൊണ്ട് ഇറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി സെക്കൻഡ് പീരീഡ്. ഇനി നമ്മൾ ഗ്രൂപ്പ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോക്കണേ, പി ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് പി സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ കൂടെ നമ്മൾ 12 ആഡ് ചെയ്യുന്നു അല്ലെ. അപ്പൊ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ. ഇവിടെ ലാസ്റ്റ് പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണ്. അതിന്റെ കൂടെ നമ്മൾ 12 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 18ാമത്തെ ഗ്രൂപ്പ് എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ സബ്ഷെല്ലുകൾ തരാം, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ തരാം. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. അറ്റോമിക് നമ്പർ 12. എന്തായിരിക്കും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്? 1s2, 2s2, 2p6, 3s2 എന്നാണ് വരുന്നത് അല്ലെ. വേണമെങ്കിൽ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 2 + 2 4, 4 + 6 10, 10 + 2 12 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ബ്ലോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ചെയ്തത് എവിടെയാണ്? 3sലാണ്. അതുകൊണ്ട് ഞാൻ എന്ത് എഴുതുന്നു? എസ് ബ്ലോക്ക് ആണെന്ന് എഴുതുന്നു. പീരീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഹയസ്റ്റ് ഷെൽ നമ്പർ ആണ്. അത് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. ഹയസ്റ്റ് ഷെൽ നമ്പർ എന്ന് പറയുന്നത് ഹിയർ ഇറ്റ് ഇസ് 3. ഞാൻ 3 എന്ന് എഴുതുന്നു. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 12 ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അല്ല, ഇവിടെ നോക്കുക, അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ചെയ്തത് എസിലാണ്. എസ് ബ്ലോക്ക് ആയതുകൊണ്ട് എന്താണ്? എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണോ ഉള്ളത് അതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ ഗ്രൂപ്പ് നമ്പർ എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ആ ഗ്രൂപ്പിൽ മാത്രമേ നമ്മൾ വ്യത്യസ്ത രീതികൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലെ. ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ് അറ്റോമിക് നമ്പർ 24. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ് വരുന്നത്? ശ്രദ്ധിക്കണം, എഴുതുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അറ്റോമിക് നമ്പർ 24ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് ആണ് അല്ലെ. ഹാഫ് ഫിൽഡിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട് നമ്മൾ പഠിച്ചു, ക്രോമിയം. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയാണ്? 1s2, 2s2, 2p6, 3s2, 3p6,
4s ഒരു ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിന് ശേഷമാണ് 3d 5 ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. അതായത് അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എവിടെയാണ്? 3d സബ്ഷെല്ലിലാണ്. ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടിട്ട് അവസാനത്തെ ഇലക്ട്രോൺ 4s ആണെന്ന് പറയരുത്. കാരണം എന്താണ്? 4s ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിനു ശേഷം 3d ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നു. ഇവിടെ 4s1 3d5 എന്ന് വരാൻ കാരണം എന്താണ്? ഹാഫ് ഫിൽഡിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ടാണ്. സോ ഇവിടെ ബ്ലോക്ക് നമുക്ക് D എന്നാണ് കിട്ടുന്നത്. പീരീഡ് എത്രയാണ്? 3 ആണോ വരിക? ഞാൻ ഇവിടെ ഇതാണ് എടുത്തത് അല്ലേ? അത് വിചാരിച്ചെങ്കിൽ 3 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. ഏറ്റവും ഹയസ്റ്റ് ഷെൽ നമ്പർ ഏതാണോ? ഇവിടെ 4 ആണ് ഹയസ്റ്റ് ഷെൽ നമ്പർ. അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടി? പീരീഡ് 4 എന്ന് കിട്ടി. ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് നമ്മൾ പോവാണേ. ഗ്രൂപ്പ് കണ്ടുപിടിക്കാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? D ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ അവസാന D സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ കൂടെ അവസാന S സബ്ഷെല്ലിലെ ഇലക്ട്രോൺ നമ്മൾ ആഡ് ചെയ്യുന്നു. 5 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 6 എന്ന് കിട്ടി. 100% ഉറപ്പാണ് മക്കളെ, പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിരിക്കും. അതിൽ ഒരു സംശയം വേണ്ട. ഇനി ചിലപ്പോൾ ഈ രീതിയിൽ ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് എഴുതാൻ നോക്കാം അല്ലെ? ഇഫ് ദ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ ആറ്റം ഇറ്റ് ഈസ് 3p3. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1s 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നു, 2s 2 ഇലക്ട്രോൺ അല്ലെ, 1s2 2s2 2p6 3s2 എന്നിട്ട് മാത്രമേ 3p എന്ത് ചെയ്യുന്നുള്ളൂ? ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നുള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് 3p3 എന്ന് എഴുതാൻ കാരണം? ബിക്കോസ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അവസാനത്തെ സബ്ഷെൽ എന്ന് പറയുന്നത് 3p3 ആണ്. ഇനി എന്താണ്? അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കണം, ബ്ലോക്ക് കണ്ടുപിടിക്കണം, ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. അറ്റോമിക് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയല്ലേ 2 + 2 4, 4 + 6 10, 10 + 2 12, 13, 14, 15. നമുക്ക് എന്ത് കിട്ടി? അറ്റോമിക് നമ്പർ 15 എന്ന് കിട്ടി. ഇനി ശ്രദ്ധിക്കണേ, ബ്ലോക്ക് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഏത് സബ്ഷെല്ലാണ്? ഇറ്റ് ഈസ് എ p സബ്ഷെൽ. ഇനി എങ്ങനെയാണ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത്? p സബ്ഷെൽ ആണെങ്കിൽ നമ്മൾ p സബ്ഷെൽ അവസാന p സബ്ഷെൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിന്റെ കൂടെ നമ്മൾ 12 ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 15ാമത്തെ ഗ്രൂപ്പ് ആണെന്ന് കിട്ടി. ഇവിടെ ബ്ലോക്കും അതുപോലെ തന്നെ ഗ്രൂപ്പുമാണ് ചോദിച്ചത്, പീരീഡ് ചോദിച്ചിട്ടില്ല. എന്നാലും പീരീഡ് നമുക്ക് എന്ത് പറയാം? ഹയസ്റ്റ് ഷെൽ നമ്പർ ആണ്. അതുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന ഹയസ്റ്റ് ഷെൽ നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. സോ എത്ര ഈസി ആയിട്ട്, എത്ര പെട്ടെന്നാണ് നമ്മൾ ബ്ലോക്ക്, പീരീഡ്, ഗ്രൂപ്പ് 3 മാർക്കിന്റെ ചോദ്യം, ഇവിടെ നമ്മൾ 4 മാർക്കിന്റെ ചോദ്യം വിത്തിൻ 1 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലെ? ഇതേപോലെ എന്റെ മക്കൾക്കും കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അറ്റോമിക് നമ്പർ 29ന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതുപോലെ തന്നെ ബ്ലോക്ക്, പീരീഡ്, ഗ്രൂപ്പ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ബിക്കോസ് എനിക്ക് അറിയണം ഈ ഒരു കോണ്ടന്റ് വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ ചങ്ക് ഫ്രണ്ട്സിന് നിങ്ങൾ അയച്ചു കൊടുക്കുക. കാരണം ഞാൻ 100% ഉറപ്പ് തരാം, ഞാൻ ഗ്യാരണ്ടി തരാം, ഈ ടോപ്പിക് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിച്ചിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ ഒരുപാട് കോണ്ടന്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സോ അടുത്ത കോണ്ടന്റ് വീഡിയോയിൽ കാണാം. അൻടിൽ ദെൻ ബൈ.